വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഇതിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി നമുക്ക് ഏവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, തിരുവനന്തപുരത്തുള്ള CS രാജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് വിദേശത്ത് നല്ലൊരു ജോലി ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ. പത്തനംതിട്ടയിൽ നിന്നുള്ള ജിൻസി സാമുവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകന് നല്ല ആരോഗ്യം നൽകണമേ. നോർമൽ വെയ്റ്റിലേക്ക് വളരുവാൻ, നോർമൽ ഹൈറ്റിലേക്ക് വളരാൻ ആ പൈതലിനെ കർത്താവ് സഹായിക്കണമേ. പത്തനംതിട്ടയിൽ നിന്നുള്ള ഗ്രേസി ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൾ മെറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു ജോലി കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കണമേ. മസ്കറ്റിൽ നിന്നുള്ള കീർത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. മാംഗ്ലൂരിൽ നിന്നുള്ള KV ജോസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. മകന് പഠിച്ച ജോലി തന്നെ നല്ല സാലറിയോടുകൂടെ ലഭിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Jesus is a matchless God. നമ്മുടെ യേശു കർത്താവിന് പകരം വെക്കുവാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത ഒരുവനാണ്. The love of Jesus is supreme and you cannot find such love anywhere in the universe. യേശു കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്ത് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലുതും അതുമാത്രമല്ല അത് വേറെ ഒരു സ്ഥലത്തും ലഭിക്കാത്തതുമാണ്. In John 15 and verse number 13, Jesus said, "Greater love hath no man than this, that a man lay down his life for his friends." യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വചനം ഇപ്രകാരം പറയുന്നു, ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത് ഒരുവന് വേണ്ടി അവന്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. And Jesus gave us his life. യേശു കർത്താവ് തൻ്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകി.
and we have become his friends. നാം അതിലൂടെ അവൻ്റെ സ്നേഹിതന്മാരായി തീർന്നു. The real God is beyond all religions. സകല മതങ്ങളെക്കാളും ഒത്തിരി ഉയരെയാണ് യഥാർത്ഥ സത്യദൈവം എന്നുള്ളത്. The real God is above all castes. സകല ജാതികളുടെയും മുകളിലാണ് യഥാർത്ഥ ദൈവമുള്ളത്. The real God has no limitation in loving people. ജനത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് സത്യവാനായ ദൈവത്തിന് യാതൊരു പരിധികളും തന്നെയില്ല. There is no board hung here announcing that only this and this and this type of people can be admitted here. ഇവിടെ ഒരു ബോർഡ് ഉണ്ടെന്ന് ചിന്തിക്കുക. ഇന്ന പല പല യോഗ്യതകളുള്ള വ്യക്തികളെ മാത്രമാണ് ഈ ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കുവാൻ ക്ഷണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ സ്വാഗതമുള്ളൂ എന്ന് ഒരു ബോർഡ് നമ്മളിവിടെ അതുപോലെ വെച്ചിട്ടില്ല. Hallelujah. Hallelujah. That means the real Jesus is present here. അതിന്റെ അർത്ഥം യഥാർത്ഥ യേശു കർത്താവ് നമുക്ക് മധ്യത്തിലുണ്ട്. Jesus has a big heart to include everyone. എല്ലാവരെയും ചേർക്കുവാൻ തക്ക വലിയ മനസ്സുള്ള ഒരു വ്യക്തിയാണ് യേശു. Hallelujah. Hallelujah. Even Jesus said, I have come to this world to search for, seek and find the lost and give my life for them. യേശു കർത്താവ് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ് പറഞ്ഞത്, ഞാൻ പാപികളെ തേടി വന്നിരിക്കുന്നു, അവർക്ക് വേണ്ടി ജീവൻ നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന്. Many people are afraid to approach Jesus because they think that I'm a sinner. How can I go to Jesus? Jesus is a holy person. ഒത്തിരി ആളുകളും യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, ഭയങ്കര വിശുദ്ധനായിട്ടുള്ള യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് എനിക്ക് എങ്ങനെ ചെല്ലുവാൻ കഴിയും? I have thought like that. ഞാൻ അതുപോലെ ചിന്തിച്ചിരുന്നു. Because Jesus is holy one, sinless person, innocent one. How can I approach him because I have so many weaknesses and shortcomings? നിഷ്കളങ്കനായിട്ടുള്ള പാപം ചെയ്യാത്ത യേശു കർത്താവ്, അവനുമായിട്ട് എങ്ങനെ പാപങ്ങൾ നിറഞ്ഞ ജീവിതമുള്ള എനിക്ക് അവനുമായി ചേരുവാൻ സാധിക്കും? But Jesus said, I have come to this world in search of sinners. യേശു കർത്താവ് ഇപ്രകാരമാണ് എന്നാൽ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. He never came into this world in search of righteous people or holy people. വിശുദ്ധരായിട്ടുള്ള നീതിയുള്ള ആളുകളെ തേടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. Only a sick person will search for a doctor. രോഗിയായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഒരു വൈദ്യനെ തേടി പോകുന്നത്. Am I right? ശരിയാണോ പറയുന്നത്? In the same way, only a sinner will go in search of a savior. അതുപോലെ തന്നെയാണ് പാപിയായിട്ടുള്ള ഒരു വ്യക്തി മാത്രമാണ് ഒരു രക്ഷകനെ തേടി യാത്രയാകുന്നത്. I have a good news to these people, to this group of people here. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്കൊരു സദ്വർത്തമാനം പറയുവാനുണ്ട്. There are so many boys and girls, youngsters, adults sitting here. ഒത്തിരി ചെറുപ്പക്കാര്, വളരെ ചെറിയ കുട്ടികൾ, അതുപോലെ മുതിർന്നവർ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. Jesus has accepted all of you. ഇവിടെ ഇരിക്കുന്ന സകലരെയും യേശു കർത്താവ് അവൻ തന്നെ സ്വീകരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. No one is expelled, no one is sent away. Jesus is receiving all of you. ഒരു വ്യക്തികളെ പോലും തള്ളിക്കളയുന്നില്ല, ഒരു വ്യക്തിയെ പോലും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരെയും യേശു കർത്താവ് അവനിലേക്ക് സ്വീകരിക്കുന്നു. Because when Jesus came, he was not the savior of the people of Israel. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ രക്ഷകനായിട്ട് മാത്രമായിരുന്നില്ല. He did not come to this world to be the savior of Europe. യൂറോപ്പ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ രക്ഷകനായിട്ടല്ല യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. He did not come to be a savior of Asia. ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ രക്ഷകനായിട്ടല്ല യേശു കർത്താവ് വന്നിട്ടുള്ളത്. John chapter 4 says he is the savior of the world. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ ലോകത്തിന്റെ രക്ഷകനാകുന്നു. He is the Messiah for the entire world. സകല ലോകത്തിനും വേണ്ടി വരുവാനിരിക്കുന്ന മശിഹയാണ് യേശു. Lift your hands and say hallelujah to Jesus. കൈകൾ ഉയർത്തിക്കൊണ്ട് യേശു കർത്താവിന് ഒരു നല്ലൊരു ഹല്ലേലൂയ പറയാമോ? One more hallelujah to Jesus. ഒരു ഹല്ലേലൂയ കൂടെ യേശു കർത്താവിന് നൽകിയാലും. And Jesus wants to
listen to all our prayers. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും യേശു കർത്താവ് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. I know that you people, you love to pray. That's why you got my prayer diary in your hands. നിങ്ങൾ ഒത്തിരി പേരും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളും ആവേശത്തോടു കൂടി എൻ്റെ പ്രാർത്ഥനാ ഡയറി എന്ന് പറയുന്ന പുസ്തകം കരസ്ഥമാക്കി. I have seen many prayer diaries and in which they have written their personal prayer requests, different kinds of prayer requests, and they have even finished the pages for writing praise reports. ഒത്തിരി ആളുകളും അവരുടെ കയ്യിലുള്ള പ്രാർത്ഥനാ ഡയറിയിൽ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി ഏറ്റവും ഒടുവിലായിട്ട് പ്രാർത്ഥനകൾക്കുള്ള മറുപടി കിട്ടുന്ന പേജ് കൂടെ പൂർണ്ണമായിട്ടും എഴുതി പൂർത്തിയാക്കിയിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനാ ഡയറികൾ ഞാൻ കണ്ടിട്ടുണ്ട്. Because people love to pray. That's the way we communicate with our Father. എനിക്കറിയാം ആളുകൾ പ്രാർത്ഥിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ ദൈവവുമായിട്ട് നാം ബന്ധപ്പെടുന്നത്. Now listen to me, please. ഈ സമയത്ത് ദയവായി എല്ലാവരും എന്നെ ശ്രദ്ധിച്ചാലും. Suppose a father, a daddy is sitting on a chair, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരു പിതാവ് ഒരു കസേരയ്ക്ക് മുകളിൽ ഇരിക്കുകയാണ്. and a 5-year-old girl, his daughter, is coming to that room. 5 വയസ്സുള്ള തൻ്റെ മകള് ആ ഒരു മുറിക്കകത്ത് തൻ്റെ അടുത്തേക്ക് വരികയാണ്. And the girl is talking a lot of things. Daddy. ആ പെണ്ണിങ്ങനെ വന്നിട്ട് അപ്പ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അപ്പനോട് പറയുകയാണ്. Usually that father will lean to that girl and listen to what she says. സാധാരണയായി നമുക്കറിയാം ആ അപ്പനിങ്ങനെ പതുക്കെ മകളുടെ അടുത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ട് ആ മകള് പറയുന്നതെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് താൻ കേൾക്കും. He will even stoop down to listen to what she is saying. എന്താണോ ആ പെൺകുഞ്ഞ് പറയുന്നത് അത് കേൾക്കുവാനായിട്ട് പിതാവ് ആ പെൺകുഞ്ഞിന്റെ അടുത്തേക്ക് വല്ലാതെ ഇങ്ങനെ കുനിഞ്ഞ അടുത്തേക്ക് ചെല്ലും. This is the same way our Heavenly Father is doing. ഇതുപോലെ തന്നെയാണ് സ്വർഗത്തിലെ നമ്മുടെ പിതാവും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന രീതിയും. When we pray, our Heavenly God will stoop down to listen to what we are saying. നമ്മൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് അതുപോലെ നമ്മുടെ അടുത്തേക്ക് ചാഞ്ഞിറങ്ങി വന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. Hallelujah. ഹല്ലേലൂയ. Before you pray, you have to believe in your own prayers. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരിക്കണം. Many people believe that if Brother Damien prays or Brother Sajid prays, God will listen. ഒത്തിരി ആളുകളും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, ബ്രദർ രാമിയൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ബ്രദർമാരും മറ്റു പലരും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായും കേൾക്കും. But I don't think God will listen to my prayers. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. So I will ask them to pray for me. അതുകൊണ്ട് ഞാൻ അവരോട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. No. When you pray, because God is your Father, He will lean to you and listen to your prayers. ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ പിതാവായിട്ടുള്ളത് കൊണ്ട് അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് അവൻ ചാഞ്ഞു വരുന്നു. Hallelujah. Before you pray, you have to pray in your prayers. You have to believe in your prayers. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. You should believe that when I pray, my Father, my Heavenly Father will listen to that. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നു. No, God has so many things to mind because He is the Lord of the universe. He has to take care of the sun, moon, so many stars, the whole earth. So many problems are going on earth. He has to take care of all these things. But I'm a small man, I'm a small boy, a girl. How will God has some time to spare for me? നമ്മുടെ ചിന്തകൾ ഇങ്ങനെയാണ്, ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ തലയ്ക്കകത്തുണ്ട്. ഈ മുഴുവൻ പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവത്തിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് നടത്തണം. ചന്ദ്രൻ്റെ കാര്യം, നക്ഷത്രങ്ങളുടെ കാര്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ദൈവത്തിന് നടത്തേണ്ടതുണ്ട്. ഇതിനിടയിൽ ഒരു കൊച്ചു മനുഷ്യനായിട്ടുള്ള എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കാൻ ദൈവത്തിന് എവിടെയാണ് സമയമുള്ളത്? Once Jesus was going along a road, ഒരു ദിവസം കർത്താവ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, and so many people were crowded there. യേശുവിൻ്റെ അടുത്തേക്ക് ഒത്തിരി ആളുകൾ വന്ന് ചേരുവാനിടയായി. And there was a blind man. അവിടെ ഒരു കുരുടനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. And he started crying out, Jesus, son of David, have mercy on me. അവിടെ ആ കുരുടൻ ഇങ്ങനെ കരയാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. Leaving all the crowd behind,
Jesus' attention turned to this blind man and healed him. ഒത്തിരി ആളുകൾ യേശുവിൻ്റെ ചുറ്റുമുണ്ടെങ്കിലും അവരെ എല്ലാം വകഞ്ഞു മാറ്റി ഈ കുരുടനായിരിക്കുന്നവന്റെ കരച്ചിലിന്റെ അടുത്തേക്ക് യേശു ചെന്നിട്ട് യേശു അവനെ സൗഖ്യമാക്കി. This is the nature of Jesus. ഇതാണ് നിങ്ങളുടെ യേശുവിന്റെ സ്വഭാവം. So many hundreds of people are sitting here. ഒത്തിരി നൂറുകണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. But you, unnoticed, sitting here in a corner, in some place, when you pray, Jesus listens. എന്നാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്കിടയിലും വെച്ച് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളെ യേശു കർത്താവ് കേൾക്കുന്നു. ഈ മകള് പറയുന്നത് ഏകദേശം ഇതിനു മുൻപ് 3 ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ താൻ പങ്കെടുക്കണമെന്ന് പ്ലാൻ ചെയ്ത സമയത്ത്, ചിന്തിച്ചിരുന്ന സമയത്ത് പലവിധ പ്രശ്നങ്ങൾ കൊണ്ട് തനിക്കത് പങ്കെടുക്കാൻ പറ്റിയില്ല. ആദ്യത്തെ കുറച്ച് ഇതിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ തനിക്ക് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് ഏകദേശം തുടങ്ങിയത് 2009-ലാണ്. 2009 തനിക്ക് ഒരു 9-10 വയസ്സുള്ള സമയത്ത് തനിക്ക് പെട്ടെന്ന് കടുത്ത വയറുവേദന വന്നു. തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് ദിവസങ്ങളവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട വന്നു. ഡോക്ടേഴ്സ് പറഞ്ഞത് തൻ്റെ കിഡ്നിക്ക് നീര് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇങ്ങനെ തുടർമാനമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തനിക്കിങ്ങനെ വയറുവേദനയും പ്രശ്നങ്ങളും വരുമായിരുന്നു. 2011 ഇതേ പ്രശ്നം തന്നെ പിന്നെയും വന്നു. കുറച്ച് ദിവസങ്ങൾ താൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് ഈ പ്രശ്നം വന്നത് ഈ വർഷം മെയ് മാസത്താണ്. ഈ മാസം 29-ാം തീയതി അവിടെ തനിക്ക് പെട്ടെന്ന് ഇതുപോലെ വയറുവേദന വന്നു. തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 5 ദിവസം തന്നെ അവിടെ ഹോസ്പിറ്റലിൽ കടത്തി. അതിൻ്റേതായ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. യാതൊരു കുറവും ശമനവും ഉണ്ടായില്ല. അപ്പോൾ ഈ നീരെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അവർ ഉടനെ തന്നെ കോഴിക്കോടേക്ക് ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് അവരത് റെഫർ ചെയ്തു. ഈ മകളെയും കൊണ്ട് ആ പാരൻസ് ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോയെന്ന് മാത്രമല്ല, അവിടെ പോയിട്ട് അവർ ഈ ചെക്ക് ചെയ്ത് പല ടെസ്റ്റുകളും ഇതുമെല്ലാം ചെയ്തു. ആ മകള് പറയുന്നത് മെയ് മാസം 6-ാം തീയതി നിലമ്പൂർ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നു. ഈ മാസം 6-ാം തീയതി അതിൽ തനിക്ക് ഈ ഒരു അസുഖം കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കോഴിക്കോടേക്ക് ചെന്ന് അവിടെ ചെന്നതിന് ശേഷം ഡോക്ടേഴ്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ബയോപ്സി ചെയ്യണം, വേറെ കുറേ സ്കാനുകൾ ഇതിനു വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു. ഇവർ ബയോപ്സിക്ക് അതിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഈ മകളുടെ കിഡ്നി സാധാരണ ഒരു നോർമൽ പൊസിഷനുണ്ട്, അതിൽ നിന്ന് വളരെ താഴേക്ക് ഇറങ്ങി ഒരു 6.2 അത്രയും സെൻറ്റിമീറ്റർ താഴേക്ക് ഇറങ്ങിയാണ് തൻ്റെ കിഡ്നി ഇരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് ഈ ബയോപ്സിക്കുള്ള സാമ്പിൾസ് അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതിനിടയിൽ നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് പ്രാർത്ഥിക്കും. അവിടെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ആ ഒരു വിശ്വാസം വർദ്ധിച്ചു. ഈ മകൾ പറയുന്നത് ഈ വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം കുറേയധികം സ്കാനുകൾ, ഈ മകൾ പറയുന്നത് ബയോപ്സിക്ക് 2ാമത്തെ പ്രാവശ്യം അവർ ആ ഒരു സാമ്പിൾ എടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് അവർ പറയുകയാണ്, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ചെന്നപ്പോഴാണ് പറയുന്നത് അത് 4.2 സെൻറ്റിമീറ്റർ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് മാത്രമല്ല ഡോക്ടേഴ്സ് പറയുന്ന ആദ്യത്തെ ആ ഒരു ട്രയലിൽ തന്നെ അവർക്ക് ആ ഒരു സാമ്പിൾസ് എടുക്കാൻ പറ്റി. ഇവർ അത് ട്രയലിന് വേണ്ടി അയച്ചു. അപ്പോൾ ആദ്യത്തെ മിറക്കിൾ നടന്നു, ആ കിഡ്നിയുടെ പൊസിഷൻ മാറി. അത് മാത്രമല്ല അതിനുശേഷം HIV, ക്രിയാറ്റിൻ, സോഡിയം, പിന്നെ ഒപ്താൽമോളജി കുറേ ടെസ്റ്റുകൾ, ENT ടെസ്റ്റുകൾ, ഇങ്ങനെ കുറേ അധികം ടെസ്റ്റുകൾ ഈ മകൾക്ക് ചെയ്തു. ഈ ജൂൺ മാസം 9-ാം തീയതിയാണ് തൻ്റെ റിസൾട്ടുകളെല്ലാം വന്നത്. തൻ്റെ എല്ലാ റിസൾട്ടുകളും വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു തൻ്റെ എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, യാതൊരു പ്രശ്നവുമില്ല, ഒരു മെഡിസിൻ പോലും ഇല്ലാത്ത പോലെ കർത്താവ് പരിപൂർണമായിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ മകളെ സ്വതന്ത്രമാക്കി. ഇന്ന് ഈ 4ാമത്തെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്ന് പങ്കെടുക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. 4ാമതാണ്. പല ബ്ലെസ്സിങ് ഫെസ്റ്റിവലാണ് വന്നിട്ട് പോകാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കർത്താവ് വന്ന് നിർത്തിയെന്ന് മാത്രമല്ല ഇത്രയും വലിയൊരു സാക്ഷ്യം കൂടെ കർത്താവ് കൊടുത്തു. എല്ലാ റിപ്പോർട്ടുകളും നോർമലായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടെ കർത്താവ് കൊടുത്തു. ഈ ബ്രദർ പറഞ്ഞ കഥയൊക്കെ ശരിയാണ്? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? എല്ലാം കറക്റ്റാണ്. ബ്രദറും എൻ്റെ അവിടുത്തെ ആൻറ്റിമാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയണം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് നന്ദി പറയാം. അവൾക്ക് എത്ര വയസ്സുണ്ട് ഇപ്പോൾ? 16 വയസ്സുള്ള കുഞ്ഞാ. പല പ്രാവശ്യം കിഡ്നിയുടെ പ്രോബ്ലം, ഒത്തിരി വേദനയിലൂടെ പോയി.
കിഡ്നി പ്രോബ്ലമുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കും. ആന്തരിക അവയവങ്ങളിൽ പ്രയാസങ്ങളോട് പ്രാർത്ഥിക്കും. ഞാനൊരു സൂത്രം നിങ്ങളോട് പറയാം. ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് രോഗസൗഖ്യങ്ങൾ നടക്കാൻ എളുപ്പമാണ്. കാരണം എല്ലാവരും അകത്ത് അത് കേൾക്കുമ്പോൾ ഉയർന്നു വരുന്ന വിശ്വാസത്തിൻ്റെ സമയത്ത് പെട്ടെന്ന് അത്ഭുതങ്ങൾ നടക്കും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക. ഈ സാക്ഷ്യം കാണുന്നവരും നിങ്ങൾ തയ്യാറാകുക. വിരോധമില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കൈ ഉയർത്തി പിടിക്കുക. കണ്ണുനീരോടെ അവളുടെ അനുഭവം നമ്മളോടുമായി പറഞ്ഞു. കണ്ണുനീരിലായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളാൽ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് മാറി ടെസ്റ്റുകൾ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും കിട്ടുവാൻ വേണ്ടി ഹൃദയമിടിപ്പോടെ കാത്തിരിക്കുകയും ചികിത്സയ്ക്കുള്ള ചെലവുകൾക്ക് വേണ്ട പണത്തിന് വേണ്ടി ലോൺ എടുക്കാൻ, കടം വാങ്ങാൻ, ഇല്ലാത്തത് ഉണ്ടാക്കാൻ ഓടി നടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളിപ്പോൾ കൈകൾ ഉയർത്തി അവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങാണ് യു ആർ ദ ഡോക്ടർ ഓഫ് ഓൾ ഡോക്ടേഴ്സ്. കൈകളെ നീട്ടി അങ്ങ് രോഗികളെ സൗഖ്യമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 കിഡ്നികൾ പ്രവർത്തിക്കാത്തവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർക്ക് സൗഖ്യം കൊടുക്കണമേ. പുതിയ കിഡ്നികൾ സൃഷ്ടിച്ചു കൊടുക്കണമേ. പ്രവർത്തനരഹിതമായത് വേഗത്തിൽ ഫങ്ഷൻ ചെയ്യാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെങ്ങന്നൂർ സെപ്റ്റംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഗിരിദീപം ഓഡിറ്റോറിയം, MC റോഡ്, ചെങ്ങന്നൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കാട്ടാക്കട സെപ്റ്റംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയം, കാട്ടാക്കട. വിശ്വാസത്തോടെ നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ കേട്ടതുപോലെ കണ്ടതുപോലെ അതിനേക്കാൾ വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്തു തരും. കർത്താവ് ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെയും ശക്തിയെയും സാന്നിധ്യത്തെയും അയച്ച് വിടുതലുകൾ അയക്കണമേ, രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ ഹൃദയ സംബന്ധമായ തകരാറുകൾ, ബ്ലോക്കുകളാകാം, ഹാർട്ട് ബീറ്റ്സ് കുറഞ്ഞതാകാം, കൂടിയതാകാം, ഏത് രീതിയിലല്ല ഹൃദയത്തോട് ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശ്വാസകോശങ്ങൾ, അതിനോട് ബന്ധപ്പെട്ട് ശ്വാസകോശം ചുരുങ്ങുന്നത്, നല്ല രീതിയിൽ ശ്വസിക്കാൻ കഴിയാതെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം
അത് സംഭവിക്കട്ടെ. അതുപോലെ കുടലിനകത്തുള്ള അൾസറുകൾ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്പോണ്ടിലോസിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണുകളെ ബാധിക്കുന്ന ഗ്ലോക്കോമ സൗഖ്യമാകട്ടെ. അസ്ഥികളെ ബാധിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹെർണിയ ബാധിച്ച പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നത് പോലെ പൈൽസ് രോഗം പൂർണ്ണമായും സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അൺനെസസറി ബ്ലീഡിംഗ് ഉള്ള പല സഹോദരിമാരെയും കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. ഇൻ ജീസസ് നെയിം. അലർജികൾ മാറിപ്പോകട്ടെ. ഹെപ്പറ്റൈറ്റിസ് ബി സൗഖ്യമാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ സമയത്ത് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ടി വി സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവെ, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അതിൽ ഒരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഹൃദയം മുഴുവൻ യേശുവിന് വേണ്ടി കൊടുത്ത് യേശുവിനെ സ്വന്തം കർത്താവായി രക്ഷകനായി സ്വീകരിച്ച് ഇനിയുള്ള ജീവിതം യേശുവിനായി സമർപ്പിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു. പാപജീവിതം ഉപേക്ഷിച്ച് യേശുവിനോട് കൂടെയുള്ളൊരു ജീവിതം ഞാൻ തിരഞ്ഞെടുക്കുന്നു. എന്നെ രക്ഷിച്ചതിനായി നന്ദി. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി തുടങ്ങിയ നമ്മുടെ പുസ്തകങ്ങളെ കൂടാതെ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച ദൈവപ്രസാദം എന്നുള്ള പുസ്തകം ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പർ വിളിക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനുമുണ്ട്. തപാൽ മാർഗ്ഗം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.